നിർവീര്യനായ ഒരാളുടെ അണിയാളുകളായി നിൽക്കുന്ന ആളുകൾ ആണോ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? ആരുടെ നിർദ്ദേശത്താലാണ് ഇന്ന് ആ കരിയോയിൽ പ്രയോഗം നടന്നിരിക്കുന്നത് തൃശ്ശൂർ ഓഫീസിലേക്ക്? ആരുടെ നിർദ്ദേശം അതറിയണ്ടേ? അങ്ങനെ ഒരാളില്ലേ? അങ്ങനെ ഒരു നേതൃത്വമില്ലേ? അല്ലെങ്കിൽ ഞങ്ങളിത് നിഷേധിക്കും, ഞങ്ങൾ ഇതിനെ പൂർണ്ണമായും ഇതിനെ എതിർക്കുന്നു, തെറ്റാണ് എന്നൊരു അപലപിക്കൽ ഉണ്ടാകണ്ടേ? അങ്ങനെ ഒരു പ്രതികരണം എന്തുകൊണ്ട് നേതാക്കളിൽ നിന്ന് വരുന്നില്ല? അവർ ഭയപ്പെടുന്നുണ്ടോ? നമുക്കറിയാം, കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പുകളിലായി പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള രാഹുൽ മാങ്കൂട്ടൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് തന്നെ ഏത് രൂപത്തിലാണെന്നുള്ള വാർത്ത റോഷിപാലാണ് റിപ്പോർട്ട് ചെയ്തത്. അന്ന് മുതൽ നമ്മളെ സ്കെച്ച് ചെയ്ത് വെക്കുക എന്ന രൂപത്തിൽ, റോഷിപാലിനെ സ്കെച്ച് ചെയ്ത് വെക്കുക എന്ന രൂപത്തിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. ആ ആക്രമണം പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് അങ്ങനെ വരാതെ അത് മയപ്പെടുത്തി വേറെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അത് പ്രധാന നേതാക്കളിൽ നിന്ന് നേർക്കുനേർ എന്ന രൂപത്തിലേക്ക് കണ്ടു. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു. അതിനുശേഷം നമ്മൾ നിലമ്പൂരിൽ കാണുന്നു. അവിടെയും ഈ തരത്തിൽ സൈബർ അറ്റാക്കുകൾ നടക്കുമ്പോൾ കോൺഗ്രസിലെ പല പ്രധാന നേതാക്കളും അകത്ത് പറഞ്ഞിരുന്ന കാര്യം ഇവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവരെ ഭയക്കണം. അവർ നമുക്ക് ആളുകളെ കൂട്ടിത്തരുന്നതാണ്. തെറ്റിദ്ധാരണയാണ്. അവരാണ് ജനങ്ങളെ കൂട്ടിത്തരുന്നത്. തെറ്റിദ്ധാരണയാണ്. ഇത് എങ്ങനെയാണ്? ഇത് പെയ്ഡ് പരിപാടിയാണെന്ന്. ഇതൊന്നും യഥാർത്ഥ പ്രവർത്തകരല്ല. ഇന്നിപ്പോൾ തലസ്ഥാനത്ത് നടത്തുന്ന പ്രതിഷേധം കണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ഞാൻ അവിടുന്ന് റഹീസാണ് റിപ്പോർട്ട്. റഹീസ് പറയുന്നു, ഞാൻ ഇത്ര കാലമായി ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നമുക്കറിയാത്ത ആരൊക്കെയോ വന്നിട്ടാണ് അവർ പ്രസംഗിച്ചു പോകുന്നത്. അപ്പോൾ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കുകയാണ്. പെയ്ഡ് പരിപാടിയാണ്.